ശ്രീ റെജി ലൂക്കോസ്, ഈ 27,000 വോട്ടിന്റെ വ്യത്യാസം എന്നു പറയുന്ന ഇടത്താണ് BJP ഇടതുമുന്നണിയെയും കവച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസിനെ നേരിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറയുകയാണ്, 10 ദിവസം കൊണ്ടാണ് തൃശ്ശൂരിന്റെ അതുവരെയുള്ള വോട്ടിംഗ് പാറ്റേൺ അപ്പാടെ തിരുത്തി കുറിക്കാൻ BJPക്ക് സുരേഷ് ഗോപിയിലൂടെ കഴിഞ്ഞത്. ഏതാണ്ട് 2 ലക്ഷം വോട്ടിന്റെ വർധന എന്ന് പറയുന്നത് 17% ആ മണ്ഡലത്തിൽ മാത്രം വോട്ട് ശതമാനം. BJPക്ക് വേറെ എവിടെ അവകാശപ്പെടാൻ കഴിയും? കേരളത്തിൽ 17% വോട്ട് ശതമാനം, വോട്ട് വിഹിതത്തിന്റെ വർധന എന്ന് പറയുന്നത് 10 ദിവസം കൊണ്ട് അത് സാധ്യമാക്കാൻ കഴിഞ്ഞുവെങ്കിൽ കഴിഞ്ഞ 5 വർഷം അവിടെ കാലൂന്നി നിന്നുകൊണ്ടുള്ള വളരെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ കോൺഗ്രസിനെ പോലും തോൽപ്പിച്ചുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അല്ല മാധു, നമ്മൾ മനസ്സിലാക്കേണ്ടത് ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ വളരെ ഗൗരവമായിട്ടൊരു ആരോപണം ഉന്നയിച്ചു. അതായത് TM പ്രതാപനെ പോലെയുള്ള ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ബി ജെ പി 2ാം സ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരമെന്ന് പറയുന്നത് എത്ര നിരുത്തരവാദപരമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അദ്ദേഹം ഇറക്കിയത്. അവർ ഒറ്റ പ്രസ്താവന തന്നെ പിന്നെ TM പ്രതാപനെ 3ാം സ്ഥാനത്തേക്ക് അദ്ദേഹം സ്വയം തള്ളപ്പെടാനുള്ള സാധ്യത അദ്ദേഹം തന്നെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. TM പ്രതാപനെ പോലൊരു ഒരു മതേതരവാദി എന്ന് പറയുന്ന നമ്മുടെയൊക്കെ മുമ്പിൽ അങ്ങനെ ഒരു പ്രതിച്ഛായയുള്ള വളരെ ക്ലീൻ ഇമേജ് ഉണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തി ഈ തരത്തിൽ ഉത്തരവാദിത്തമില്ലാതെ ഒരു വർഗീയ കക്ഷിയെ ഞങ്ങളുമായിട്ടാണ് മത്സരിക്കുന്നതെന്ന് പറയുന്നത് കേരളത്തിലുടനീളം കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ പ്രസ്താവനയെ അംഗീകരിക്കുന്നുണ്ടെന്നുള്ള ചോദ്യം ഇവിടെയുണ്ട്. ഇവിടെ TM പ്രതാപനും കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമായിട്ടുള്ള വോട്ടിൻ്റെ വ്യത്യാസം ഇവിടെ മാധു പറഞ്ഞല്ലോ, സുരേഷ് ഗോപിയായിട്ടുള്ള വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ തവണ TM പ്രതാപൻ ജയിച്ചത് എങ്ങനെയാണെന്നറിയാമോ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നുള്ള വ്യാപകമായ ഒരു പ്രചരണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് കേരളത്തിലെ 19 സീറ്റിൽ അന്ന് ജയിച്ചപ്പോൾ 19 സീറ്റിൽ അവർ വിജയിച്ചു എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. ആ ഒരു കാലാവസ്ഥ മാറി എന്നുള്ളൊരു TM പ്രതാപൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് വർഗീയ രാഷ്ട്രീയം കളിക്കാനായിട്ട് തൻ്റെ പ്രസ്താവനയെ അദ്ദേഹം ഉപയോഗിച്ചത്. അത് വളരെ മോശമായി. അങ്ങനെ ഒരു പ്രസ്താവന കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ KPCC പ്രസിഡന്റ് ചിലപ്പോൾ നടത്തിയതായിരിക്കും. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. TM പ്രതാപൻ പറഞ്ഞതിൻ്റെ അതിൽ യാതൊരു തർക്കമില്ല കാര്യത്തിൽ. തൃശ്ശൂർ എന്ന് പറഞ്ഞ മണ്ഡലം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, തൃശ്ശൂർ എന്ന് പറഞ്ഞ മണ്ഡലത്തിനൊരു മതേതര കാഴ്ചപ്പാടുണ്ട്. തൃശ്ശൂർ ഒരിക്കലും ഈ TM പ്രതാപനെ പോലെയോ സുരേഷ് ഗോപിയെ പോലുള്ളവരെ അംഗീകരിക്കത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ വക്കീൽ ഏതെല്ലാം രീതിയിലുള്ള കണക്ക് പറഞ്ഞില്ല, അദ്ദേഹം വളരെ ശാന്തനായിട്ടാണ് ഈ ആദ്യ ഘട്ട ചർച്ചയിൽ പങ്കെടുത്തത്. തൃശ്ശൂരിൻ്റെ ഒരു കണക്കും ഈ 17% വർധന ഉണ്ടായെന്ന് പറഞ്ഞ് ഏത് കണക്കിലാണെന്നുള്ളവരും ഞാൻ ഇത്രയും നേരം ആലോചിച്ചിട്ട് എനിക്ക് ഒരു തരത്തിലും മനസ്സിലായിട്ടില്ല. അവിടെ തൃശ്ശൂരിനെ സംബന്ധിച്ചോളം ഓരോ നിയോജകമണ്ഡലം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്കുകൾ എൻ്റെ അടുത്തുണ്ട്. ഏതെല്ലാം രീതിയിലുള്ള കണക്കുകൾ വോട്ടിലേക്കാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് കൂടിയത്. അതാണ് ഈ 17% വോട്ട് വിഹിതം വർദ്ധിച്ചു എന്ന് പറയുന്നത്. അതിൽ അങ്ങേക്ക് തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യാം. അതായത് രാഹുൽ ഗാന്ധി വന്നു നിൽക്കുന്നു, BJP വിരുദ്ധ വോട്ടുകൾ വലിയ തോതിൽ TN പ്രതാപന് കിട്ടി എന്നാണ് അങ്ങ് കണക്ക് കൂട്ടുന്നതെങ്കിൽ അവിടെയാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഏതാണ്ട് 1.25-2 ലക്ഷം വോട്ടുകൾ കൂടുതലായി പോൾ ചെയ്യപ്പെടുന്നത്. അതെങ്ങനെയാണ് കൃത്യമായി വിശദീകരിക്കാൻ കഴിയുക? അല്ല, ആ വിശദീകരണത്തിന് വേണ്ടി തന്നെ ഞാൻ അങ്ങനെ പറയാൻ കാണും. 2019 ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ മാധു പറഞ്ഞ കണക്ക് വളരെ കറക്റ്റാണ്. അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന താരത്തിനോടുള്ള ഒരു അമിതമായൊരു താല്പര്യവും അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കാൻ വന്നപ്പോൾ ഉള്ള ജനങ്ങളുടെ ഒരു സ്നേഹവും അത് എന്താണ് കൺകൂടി ചെയ്ത് അദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടിയെന്ന് ഞങ്ങളാരും നിശ്ചയിക്കുന്നില്ല, വസ്തുതാപരമായ കാര്യമല്ലേ. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ നിയമസഭാ നിയോജകമണ്ഡലത്തിലെ കണക്കെടുത്ത് നോക്കിയാൽ അത് ആ വോട്ടിൻ്റെ പാറ്റേൺ എത്രയെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അത് മുഴുവൻ ഇവിടെ വായിക്കാനായിട്ടുള്ള സമയമില്ല. അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരൊറ്റ കണക്കേ ചോദിക്കുന്നുള്ളൂ. 19 സീറ്റ് UDF കിട്ടുന്ന സമയത്ത് 19 സീറ്റ് UDF കിട്ടുന്ന സമയത്ത് അധികാരത്തിലേക്ക് LDF ആണല്ലോ. അത് രണ്ട് പാറ്റേൺ ആണ്, 2 ടൈപ്പ് ഓഫ് വോട്ടിംഗ് ആണ്. അത് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ല, അതെനിക്കറിയാം വളരെ വ്യക്തമായിട്ട്. ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ മറ്റ് പല രീതിയിൽ ചിന്തിക്കും എന്ന് പറയുന്നത് വളരെ വസ്തുതാപരമാണ്. 2019 എത്രയോ കാറ്റ് മാറി വീശിക്കഴിഞ്ഞു തൃശ്ശൂർ മണ്ഡലത്തിൽ. സുരേഷ് ഗോപി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി തന്നെ ഒരു എന്താ പറയുക, ഒരു അപ്രിയ സ്ഥാനാർത്ഥിയായി തൃശ്ശൂർ മാറിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും, അദ്ദേഹത്തിൻ്റെ വർഗീയപരമായിട്ടുള്ള ജൽപ്പനങ്ങൾ, അദ്ദേഹം മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, മണിപ്പൂരിൽ ആൺകുട്ടികൾ നോക്കിയുള്ളൂ. ഏത് ആൺകുട്ടിയാണ് മണിപ്പൂർ വിഷയത്തിൽ നോക്കിയത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി 83ാമത്തെ ദിവസം 36 സെക്കൻഡ് മാത്രം പ്രതികരിച്ചു. പിന്നെ ഇന്നും വരെ അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. തൃശ്ശൂർ മണ്ണിൽ വന്ന് അദ്ദേഹം പറഞ്ഞത്
മതേതരത്തിൻ്റെ വലിയ ഒരു പാരമ്പര്യമുള്ള തൃശ്ശൂരിൻ്റെ മണ്ണിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം വന്ന പദം ഒന്നും മിണ്ടിയിട്ടില്ലെന്ന് കൂട്ടിക്കോ. തൃശ്ശൂർ തേക്കുംകാട് മൈതാനയിൽ എല്ലാവരും കാതോർത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും മണിപ്പൂർ വിഷയത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിനെ വെട്ടി വീഴ്ത്തുന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അക്ഷരം ഉണ്ടാവുന്നുള്ള ഒരു അക്ഷരം പോലും അദ്ദേഹം മിണ്ടിയിട്ടില്ല. ഈ നിമിഷം വരെ മണിപ്പൂരിനെ കുറിച്ച് ഈ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇന്നലെ 4 പേരെ കൊന്നു. കഴിഞ്ഞ 3 ദിവസം മുമ്പ് 2 പേരെ വെടിവെച്ച് കൊന്നു. അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും നടക്കുന്ന പോലെ അതിൻ്റെ ഒരു മീനിയേച്ചർ ഫോമാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂട്ടാന്റെ അതിർത്തി തുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്ത്യയിലാണ് ഇങ്ങനെ ഒരു വംശീയ കലാപം നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സ്പോൺസേർഡ് വംശീയ കലാപം അല്ലെന്ന് പറയാൻ പറ്റുമോ? അതിന് കൊടുത്ത സുരേഷ് ഗോപിയുടെ മറുപടി തൃശ്ശൂർക്കാർ മറക്കുന്നാണോ മാധു മനസ്സിലാക്കിയിരിക്കുന്നത്? എവിടെയാ ആൺകുട്ടി? ആ ആൺകുട്ടിയുടെ വായ എവിടെ? തൃശ്ശൂർ മറുപടി പറയേണ്ടവരും അല്ലല്ല സുരേഷ് ഗോപി മറുപടി പറയേണ്ടവരും. തീർച്ചയായും മണിപ്പൂർ വലിയ വിഷയം തന്നെയാണ്. തൃശ്ശൂരിൽ സാമുദായിക പശ്ചാത്തലം ഒക്കെ അനുസരിച്ചാണ്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ വരാം.